10 മണിയപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷന് പോയിരുന്നതാണ്. അടുത്ത് കൊച്ചിയിലെങ്കിലാണ് പോയത്. കൊച്ചിയിലെങ്കിൽ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ. 3 മണിയപ്പോൾ എത്തിയപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. നമ്മൾ ഇതിനകത്ത് സ്വർണ്ണം ഒന്നും കാണുന്നില്ല, വീടെല്ലാം അടിച്ച് പൊളിച്ചിട്ടേക്കുന്നു. അങ്ങനെ കണ്ടത് വന്നു. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അരിപ്പയിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. അരിപ്പ കൈലാസത്തിൽ ബിജുവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. രാവിലെ 10 മണിയോടെ ബിജുവും കുടുംബവും തൊട്ടടുത്ത് മടത്തറയ്ക്ക് സമീപം ബന്ധുവീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനായി പോയിരുന്നു. തിരികെ ഉച്ചയോടെ വീട്ടിലേക്ക് കയറുവാൻ ശ്രമിച്ചപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് മുറികളിൽ ഉണ്ടായിരുന്ന 3 അലമാരകൾ കുത്തിപ്പൊളിച്ചു. 10 പവൻ സ്വർണവും പണവും നഷ്ടമായതായാണ് പ്രാഥമികമായ വിവരം. നമ്മളൊരു 10 മണിയായപ്പോഴത്തേക്ക് പോയി. ഇപ്പോൾ ഒരു 2:30-3 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വീടിന് മൊത്തം അടിച്ചു പൊളിച്ച് ഇതുപോലെ അകത്ത് ഒരു എത്ര ഉണ്ടായിരുന്നു, 8-8:30 10 പേരോളം അടുത്തുണ്ടായിരുന്നു. അത് മൊത്തം എടുത്തുകൊണ്ട് പോയി. ഒരു അമ്മയ്ക്കുള്ള ഒരു ഒരു പവൻ്റെ പവൻ്റെ ഒരു വളയുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഈ ഡോറെല്ലാം അടിച്ചു പൊളിച്ചു. ഇപ്പോൾ ആരാണെന്നൊന്നും അറിയില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തത് റെഡിയാക്കി എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കൂടുതൽ പരിശോധനയിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ചിതറ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. കൊല്ലത്തു നിന്നും ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് സംഘം ഉൾപ്പെടെ എത്തി കൂടുതൽ പരിശോധനകളും തെളിവുകളും ശേഖരിക്കും. വീട്ടുകാർ ഇല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മലയോര ഹൈവേയിൽ പ്രധാന പാതയിൽ പട്ടാപ്പകൽ വൻ കവർച്ച നടന്നതിന്റെ ഞെട്ടലിലാണ് പോലീസും നാട്ടുകാരും. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് വിഷൻ ന്യൂസ്. കൊച്ചിയിലെ ശക്തി ആശാ സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു നേത്ര പരിശോധന ക്യാമ്പ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലബിൻ്റെ അംഗങ്ങളെല്ലാം നമ്മുടെ കൊച്ചിയിലങ്ങ് തേരീക്കട അമ്മയമ്പലം ആ ഭാഗങ്ങളിൽ മുഴുവൻ എല്ലാ വീടുകളിലും ആ നേത്ര പരിശോധന ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട് 3 ടീമായിട്ട് എല്ലാ വീടുകളിലും നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ കൊച്ചിയിലങ്ങ് അമ്മയമ്പലം ഭാഗത്ത് ആളില്ല ഒരു വീട്ടിൽ അമ്മയമ്പലത്തിന് ചേർന്നൊരു വീട്ടിൽ ആളില്ല. അപ്പോൾ അവർ ഗേറ്റിൽ നോട്ടീസ് വെച്ച് പോയി. അടുത്ത എല്ലാ വീട്ടിലും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ലബ്ബ് അംഗങ്ങളെല്ലാം ചേർന്ന് അമ്മയമ്പലത്തെ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തൊരു വേസ്റ്റ് ഉണ്ട്. ആ സംഭവത്തിൽ ആ വേസ്റ്റ് സ്ഥലത്ത് ആ വേസ്റ്റ് കൂടെ നിർമ്മാണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു കുഴിയെടുത്തിട്ടുണ്ട്. ആ വേസ്റ്റെല്ലാം പറക്കി കുഴിയിടുന്ന ഭാഗമായി നിൽക്കുമ്പോഴാണ് അമ്പലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിൽ അവരാ ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ബന്ധപ്പെട്ട് പോയതാണ്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാം ആ വീട് കതവ് പൊളിച്ച് കള്ളം കയറി എന്നുള്ളൊരു വാർത്ത കിട്ടുന്നു. നമ്മളെല്ലാം തിരിച്ച് ഓടി ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ഗേറ്റിൽ വെച്ച് നോട്ടീസ് അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നു. ഇത് അറിഞ്ഞ് നമ്മൾ എത്തുന്നു. നോക്കുമ്പോൾ കാണുന്നത് അവരെ വീടിൻ്റെ ആ കതവ് ഫുള്ള് പൊളിച്ച് അവരെ റൂം പൊളിച്ച് എല്ലാം എന്ന് വെച്ചാൽ അവരെ ഏതാണ്ടൊരു ഇപ്പോൾ കിട്ടുന്നൊരു വിവരം അകത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് എത്തി പറഞ്ഞത് അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യ റൗണ്ടിൽ ആ വീട്ടുകാർ കയറി അവരേതാണ്ടൊരു 10 പവനോളം പോയെന്നാണ് അറിയുന്നത്. പക്ഷേ ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് അറിയില്ല. പോലീസ് അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ വെളിയിൽ നിൽക്കുകയാണ്. നമ്മുടെ ക്ലബ് അംഗങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് എന്തായാലും ഈ വീട്ടിൽ ആളില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഒരു മാസം മുന്നേ ഈ വീട്ടിൽ ഒരു സൈക്കിൾ മോഷണം പോയി. കിട്ടുന്നത് തൊട്ടടുത്ത് 1 കിലോമീറ്റർ അടുത്തിൽ 1/2 കിലോമീറ്റർ അടുത്ത് തന്നെ ഒരു സമരഭൂമി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നുള്ള ഒരാൾ പയ്യന്മാരാണ് വന്ന് ഈ സൈക്കിൾ മോഷിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കൃത്യമായി ഈ വീട്ടിൽ ആളില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഈ പട്ടാപ്പകൽ എന്ന് വെച്ചാൽ പട്ടാപ്പകൽ എന്നേ പറയാൻ പറ്റുമത്. കൃത്യമായി ഒരു 11 മണി 12 മണി അകത്താണ് സംഭവം നടന്നിരിക്കുന്നത്.